ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാലി മീഡിയ. അപ്പം നമ്മൾ ഇന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബന്ദിപ്പൂവിൻ്റെ ആയിരുന്നു നമ്മൾ മുമ്പേ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം വേറൊരു ചെടിയാണ്. ഈ ചെടിയുടെ പേര് എന്തുവാ, പേരറിഞ്ഞൂടാ. ഇവിടുന്നാണ്ട ഇത് കണ്ടോ, ഇങ്ങനെ വൈറ്റ് കളർ പൂ കണ്ടോ ഗായ്സ്? ഒരു മിനിറ്റ്, വേണ്ട ഈ പൂവിൻ്റെ ചെടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്. ഇത് നമ്മൾ വളമൊക്കെ ഇടും. തൊട്ടിട്ട് മാറ്റുമ്പോൾ എന്തോ പോലെ കൈ ഇറുപ്പ് പോലെ, ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ എന്ന്. പിന്നെ ഇതും അതുപോലത്തെ സൺഡേ മൺഡേ അങ്ങനെ. ആണ്ട് ഇതെന്തുവാ, ഇപ്പോൾ വലുതായിട്ടൊന്നിൻ്റെയും പേരറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ മേടിച്ച് വെച്ചതാണ്. ആണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് അതിൻ്റെ പൂ. പിന്നെ വേറെ മഞ്ഞയും പിങ്കും ഗ്രൗണ്ട് ഓർക്കിഡ് എന്നൊക്കെ പറയും ഗൈസ്. വേണ്ട അതിൻ്റെ പർപ്പിൾ കളറ്, പിന്നെ യെല്ലോ കളറ്, പിങ്ക് കളറ്, പിങ്കിൻ്റെ തന്നെ. പിന്നെ വേണ്ട വേറെ ഒരു ലൈറ്റ് യെല്ലോ ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇതും അതുപോലൊക്കെ തന്നെ യെല്ലോ ആകാൻ തന്നെയാണ്. അപ്പം ഇനിയിപ്പം വേറെ പേര് അറിഞ്ഞൂടാ, പേരറിയാത്തൊരു സാധനം നാണ്ട് ഇങ്ങനെയാണ് കാട് പോലെ വിളയും. ഇതിൻ്റെ ഒരു ചുമപ്പ് പൂവാണ്. പൂവൊന്നും വലുതായിട്ട് പിടിച്ചു വെച്ച് വന്നിട്ടില്ല, സീസണല്ല. പിന്നെ ഇനി അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോൾ കുറേ ചെടികളുണ്ട്. മറ്റേ ഇതിൻ്റെയൊക്കെ പേര് വലുതായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പം അല്ലാതെ തെറ്റിയിരിക്കരുത്. അപ്പം കണ്ട് ഇതാണ് അടുത്ത ചെടി. അതൊക്കെ വണ്ടൊക്കെ ഇരുന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. പിന്നെ മേളിലും ഉണ്ട്, മോള് വരെ പടർന്ന് കിടക്കുവാണ്. പിന്നെ അടുത്തത് വേറെ സൈസ്. ഇതിൻ്റെ പൂവ് നാണ്ട വേണ്ട ഈ മഞ്ഞ കളർ പൂവാണ് ഇതിന്. അപ്പം അല്ലാതെ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ അല്ലാതെ കുറേ ചെടികളാണ്. അപ്പം നമ്മൾ നേരെ ഓർക്കിഡിലേക്കാണ് പോകുന്നത്. ഓർക്കിഡ് വേണ്ട ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. ഇതിൻ്റെ കുറേ പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പൂവിൻ്റെ ആ ഒരു സീസൺ ആയില്ല. ഇവിടെ ഒരുമിച്ചാണ് പൂ പിടിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സീസണൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ആ സീസണൊന്നും ആയിട്ടില്ല ഗായ്സ്. അപ്പം നമുക്ക് ഇനി അഡീനിയം ഉള്ള സ്ഥലത്തേക്ക് നേരെ പോവാം. അഡീനിയം നമുക്ക് അവിടെയാണ്, അപ്പുറത്താണ്. പക്ഷെ അവിടെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ആ തിണ്ണയിലാണ് ഗൈസ്. നമുക്ക് ഇതിലെ കൂടെ വേണ്ട ഇവിടാണ്. ഇവിടെ ഈ ചെടിയുടെ ഒക്കെ കട്ടയാണ് ഇതിൻ്റെ തറയിൽ, അതുകൊണ്ടാണ്. അപ്പം അതിലെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചാടിയിട്ട് അപ്പുറത്തേക്ക് പോകാമായിരുന്നു. അത് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്തുവാ ചെയ്യുന്നത്, അവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി അങ്ങ് പോകും. അപ്പം അതാണ് നമ്മുടെ ഒരു വേ. ഇവിടെ കൊച്ചു അടീനങ്ങളും വലിയ അടീനങ്ങളും. ഈ അടീനത്തിന് വരുന്ന ഒരു സീഡൊക്കെ ഇടും, അങ്ങനെ വരുന്നതാണ്. എന്തോ ഒരു പൂവുണ്ടാണ്ട പൂവ് ജസ്റ്റ് ഒക്കെ അളിഞ്ഞതാണ് ഗൈസ്. പിന്നെ വേണ്ട ചെറിയ ചട്ടിക്കകത്ത് ഫുള്ളും അങ്ങ് വരെ കാണിച്ചു തരാം ഗൈസ്. അങ്ങ് വരെയും അടീനിയമാണ്. നടക്കാനൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ സ്പേസ് ഇല്ല. ഇത്രയും നമ്മൾ അടീനിയ അങ്ങൂന്ന് തുടങ്ങി അങ്ങ് വരെ, നമ്മൾ ആ കേറിയിടം വരെ ഫുൾ അടീനിയം. ആ ഒരു സൈഡ് ഫുള്ളും അടീനിയവാ. ആ കട്ടയുടെ ഒക്കെ ഉള്ളു വേറെ ഇത്, അത്രയും ഫുള്ളും അടീനിയവാ. പിന്നെ വെറ്റയുണ്ട് ഗൈസ്, വേണ്ട വെറ്റയും തുളസിയും. അപ്പം പിന്നെ നമുക്ക് ഈ ഏരിയയിൽ വലുതായിട്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഉണ്ട്. നമുക്ക് എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ലല്ലോ. വേണ്ട ഇത് പുളിയുടെയാണ്. ഒരു പുളിയൊക്കെ ചെറിയ ഒരു വലിയ പുളിയൊക്കെ ഇടേ, മറ്റേ വിളക്കൊക്കെ കഴുകുന്ന ആ പുളിയുടെ മരമാണ്. ഇവിടെ ഫുള്ളും ഒരു
കൃഷി സെൻ്ററൊക്കെ പോലെ ഫുള്ളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ആക്കണം. അപ്പം നമുക്കിനി അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് ഗൈസ് കൂടുതലും നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നത്. ഇപ്പം 5-6 റോസകളുണ്ട്. ഞാൻ റോസ ഒന്ന് കാണിക്കാം. കണ്ടോ ഗൈസ്, ഇവിടെ കുറച്ച് റോസയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോവാ. പിന്നെ നമ്മൾ ഇതുവരെയും കാണാത്ത ചെറിയ ഒരു കുഞ്ഞു പൂവ്, അതിൻ്റെ വൈറ്റ് ഉണ്ട്. അല്ല, നമ്മളിപ്പോൾ കണ്ടത് വൈറ്റാ. ഇനി അങ്ങ് ഒരെണ്ണം ഉണ്ട് ഗൈസ്. അങ്ങ് റെഡും യെല്ലോ ഓറഞ്ചും അങ്ങനെ കണ്ട കളർ. അവിടെ വൈറ്റാ. അപ്പം അത് ഞാൻ കാണിക്കാം. വേണ്ട, സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഓറഞ്ചേ ഉള്ളൂ. പിന്നെ ആ റെഡും മറ്റേ മുട്ടിന്ന് ജസ്റ്റൊക്കെ വിരിയുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. അവിടെയാണ് കൂടുതലും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഏരിയ മൊത്തം നമ്മളങ്ങ് കാണാൻ പോവാണ്. ഇനി ഇങ്ങോട്ട് കുറേ ചെടികളുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല. വലിയ സമയമൊന്നുമില്ലല്ലോ ഗൈസ്. അതാണ്, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു തന്നേനെ. ഇനിയിപ്പോൾ ഇവിടെയും വലിയിട്ടൊന്നും ഇല്ല ഗൈസ്. ഇവിടെയും അതുപോലത്തെ ശരിയാണ്. ഇനി ഇവിടെ ഫുൾ കണ്ടോ, അങ്ങ് വരെയും ഇതാണ് ഗൈസ്. അല്ലാതെ വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ ആട്ടെ ഒരു ചെടിയാ ഗൈസ്. അപ്പം അതും പിന്നെ മാവിൻ്റെ അടുത്ത് വേറൊരു ചെടിയുണ്ട്. കണ്ടോ ഗൈസ്. പിന്നെ ഇത് മാവാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു മാവുണ്ട്. അങ്ങൊരു മാവ് ഞാനിപ്പോൾ കൈ വെട്ടേക്കുന്ന അവിടെ ഒരു മാവുണ്ട്. ഞാനിപ്പോൾ ആ കൈ വെട്ടേക്കുന്ന അവിടെ ഒരു മാവുണ്ട്. ആ മാവിൽ ഈ സാധനമില്ലെന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാം ഉണ്ട് ഗൈസ്. മാവിൻ്റെ അടുത്ത് 1, 2. പിന്നെ അങ്ങ് വാഴയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. വാഴ, തെങ്ങ്. ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ ആയിരുന്നു തെങ്ങ്. അതങ്ങ് മുറിച്ച് കളഞ്ഞു. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് മുറിച്ച് കളയരുതെന്ന്. പക്ഷെ അപ്പാപ്പനൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല. അപ്പാപ്പനെ അപ്പാപ്പൻ പറഞ്ഞു ആ തെങ്ങ് മുറിച്ച് കളഞ്ഞെന്ന്. ഞാൻ ചോദിച്ചു എവിടെയാണ്. അപ്പം അങ്ങനെ മുറിച്ച് കളഞ്ഞ്. പിന്നെ ഇവിടെ ഒരു മൈലാഞ്ചിയുടെ ചെടിയുണ്ട് ഗൈസ്. നാളെ വണ്ടുമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഡേഞ്ചറാണ് ഈ സ്ഥലം. എന്നാലും ഞാൻ വരുവാണ്. കണ്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ മൈലാഞ്ചിയുടെയും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടേക്ക് പട്ടിയൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ കട്ടയാണ് ഗൈസ്. ഇനി കട്ട മാറ്റി മതിൽ പോലെയൊക്കെ ആക്കണം. അപ്പോൾ അവിടെ കട്ടയുണ്ട്. ഈ വെള്ളവും മഴക്കാലത്ത് ഒഴുകി വരും. പട്ടിയും പെട്ടെന്ന് ചാടി വരും. അവിടെ ഒരു കോഴിയുണ്ട് ഗൈസ്. അപ്പോൾ ആ കോഴിയെ കണ്ടുകൊണ്ട് ഈ പട്ടിയെല്ലാം കൂടെ കയറി വരും. അതാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഇവിടെ എന്താ ഒരു വൈറ്റ് കളറെന്ന്. അവിടെ ഞാനിപ്പോൾ തൊട്ടടുത്ത് എന്താ ഒരു വൈറ്റ് കളറാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവിടെ ഗേറ്റിൽ ഒരു പണി കഴിഞ്ഞിരിക്കുക. ഗേറ്റ് ഓടുന്നൊന്നുമില്ല ഗൈസ്. അങ്ങനെ പണി കഴിഞ്ഞിരിക്കുക. അങ്ങനെ ഇനി ഗൈസ് ഒരു അലോവേരയുടെ 2 ചെടികളൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്. ഇത് അലോവേരയാണ് കൈ. അപ്പം ഇനി മുല്ലയുണ്ട്. മുല്ല പോലെ കണ്ടോ ഗൈസ്. പിന്നെ വലുതായിട്ടൊന്നും ഇല്ല. എനിക്ക് എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു പുല്ല് പോലത്തെ ചെടിയുണ്ട് ഗൈസ്. കല്യാണി ചെടി എന്നാണ് പറയണേ. പിന്നെ വേറൊരു ചെടി. പിന്നെ ഒരു കമ്പ് പോലെ നീളമുള്ള അതിൻ്റെ തന്നെ സ്നേക്ക് പ്ലാന്റ്. അതിൻ്റെ തന്നെ ചെറുതുണ്ട് ഗൈസ്. സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ. ഇതെല്ലാം കൂടെ ചുമന്ന ചെമ്പകം കണ്ടോ ഗൈസ്. ആ ചുമപ്പ് കളറ്. പിന്നെ ഇവിടെ മഞ്ഞ കളറ് ഒരു പൂവുള്ള അതിൻ്റെ മരം. സത്യം പറഞ്ഞാൽ ചുമന്ന ചെമ്പരത്തിൻ്റെ ആണ് ഈ കമ്പൊക്കെ. ബട്ട്
ഇതിൻ്റെ ഇടയ്ക്കൂടെ ആ മഞ്ഞ കളർ പൂവിൻ്റെയും വന്നിട്ടുണ്ട്. ഇവിടെ തുളസിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ കണ്ടോ, ഓർക്കിഡ് പോലത്തെ ചെടിയാണ് ഗൈസ്, ഓർക്കിഡ് പോലത്തെ ചെടി. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ വലുതായിട്ടൊന്നുമില്ല ഗൈസ്. പിന്നെ ഒരു ജസ്റ്റൊക്കെ ഒരു വിഷമൊക്കെ ഉള്ള ഒരു ചെടിയുണ്ട്. അത് നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഗൈസ്. ഇതാണ്, തൊടുന്നില്ല എന്നാലും ഇതാണ് സാധനം. അതാ സാധനം. എന്ത് പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആയിട്ട്. ചിലതിൻ്റെയൊക്കെ പേരറിയാം, ചിലതിൻ്റെ ഒന്നും വലുതായിട്ട് അറിഞ്ഞുകൂടാ. പേടിച്ചു പോയി. ഒരു കാക്ക പറന്നു പോയി തറയിൽ കൂടെ. രാവിലെ പട്ടിയാണ്. അപ്പോൾ ഗായ്സ് നമുക്കിനി ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ഇട്ടേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. ആ സബ്സ്ക്രൈബിൻ്റെ ആ ബെൽ ബട്ടൺ ഒന്ന് തൊട്ടേക്കണേ, എന്നെ ഫോളോ ചെയ്യണേ.